ശരിക്കും അവളുടെ ഉദ്ദേശം എന്താ? പിന്നെ എനിക്ക് മനസ്സിലാകാത്തത്, ആരെങ്കിലും നിനക്ക് ഇത്രയും സ്നേഹത്തോടു കൂടി ഇത്രയും വിലപിടിപ്പുള്ള ഗിഫ്റ്റ് തരുമ്പോ നീ എങ്ങനെയാ നഷ്ടപ്പെടുത്തുക? എന്നിട്ട് എന്നെ കുറ്റം പറയുന്നത് ഞാൻ എന്റെ മാല കളഞ്ഞിട്ട് അവളുടെ മോഷ്ടിച്ചേക്കുന്നു. കട്ടവനെ കിട്ടിയില്ലെങ്കിൽ കിട്ടുന്നവനെ. Can you believe this? അതിനർത്ഥം അവളുടെ മാല കിട്ടിയില്ല എന്നല്ലേ? റൈറ്റ്? ഇല്ലെന്നേ, കിട്ടിയില്ല. വീട് മുഴുവനും അരിച്ചു പറക്കി എല്ലായിടവും ഇളക്കി മറിച്ചു, എന്നിട്ടും കിട്ടിയില്ല. എന്നിട്ടേ മാഡത്തിന്റെ ഫ്രസ്ട്രേഷൻ ഗിരീഷിനോട് തീർക്കുമായിരുന്നു. ഞാൻ പറയാ പ്രീത, ഈ ഷെർലിൻ ചതിയും വഞ്ചനയും കാപിട്ടിയും ഉള്ളവളാ. നിനക്കറിയാമോ, ഇവിടെ മിനിറ്റ് വെച്ച് ഇവളുടെ സ്വഭാവം മാറ്റിക്കൊണ്ടിരിക്കും. I just hate her. Honestly yaar. എവിടെ എന്റെ രോഹിതേട്ടൻ? എത്ര ജെന്റിൽമാൻ, എന്ത് നല്ല മനുഷ്യൻ, എന്നിട്ട് എവിടെ കിടക്കുന്നു ഇവള്? ഈ നെക്ലസ് ശരിക്കും അതുപോലെ തന്നെ കാർത്തിക ഇട്ടിരിക്കുന്ന പോലെ. പക്ഷെ ഓ ഗോഡ്, ഇത് ഷെർലിന്റെ തന്നെ ആയിരിക്കോ? കാർത്തികയോട് ഈ നെക്ലസിന്റെ ഡിസ്ക്രിപ്ഷൻ ഒന്ന് ചോദിച്ചു നോക്കാം. അതെ കാർത്തിക, അത് നിന്റെ നെക്ലസില് എന്താ ഡയമണ്ട്സ് ഉണ്ടായിരുന്നു? സ്ട്രൈറ്റ് ലൈനില്? ആ കറക്റ്റ്. ആക്ച്വലി നീ അത് ഇട്ട് കണ്ടായിരുന്നല്ലോ. നീ കാണിച്ചില്ലേ? അത് പിന്നെ അതില് റെഡ് കളേഴ്സിലെ ബീഡ്സ് ഉണ്ടായിരുന്നില്ലേ? പറഞ്ഞത് ശരിയല്ലേ? മേ ബി ഐ എം മിസ്റ്റേക്കൺ. അയ്യോ അല്ല, അതിൽ ബീഡ്സ് ഉണ്ടായിരുന്നു പ്രീത. പക്ഷെ മുൻപിലല്ല, പുറകില് ഹുക്കില്ലേ അവിടെ 2 ബീഡ്സ് ഉണ്ടായിരുന്നു. നീ പറഞ്ഞതുപോലെ തന്നെ റെഡ് കളറ്. പക്ഷെ പ്രീത, നീ എന്നോട് ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് എന്തിനാ ഈ മാലയെ പറ്റി ചോദിക്കുന്നത്? ആക്ച്വലി അത് ഡോക്ടർ നിങ്ങളെ അകത്തേക്ക് വിളിക്കുന്നു. ഞാനിപ്പോ വരാം. കാർത്തിക, എന്നെ അച്ഛമ്മ വിളിക്കുന്നു. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. ഞാൻ പിന്നെ വിളിക്കാം നിന്നെ. പ്രീത നിക്ക്. രണ്ട് ബീഡ്സ് ഉണ്ടായിരുന്നു. നീ പറഞ്ഞതുപോലെ തന്നെ റെഡ് കളറ്. നീ എന്തായി ചെയ്യുന്നത്? കിരൺ എന്ത് ചെയ്തെന്നാ? അമ്മയോട് ചോദിക്കവനോട്. കിരൺ, നീ എന്താ ചെയ്തത്? അതൊന്നുമില്ല മോം, ഞാൻ വെറുതെ ഏട്ടനെ ഒന്ന് അടിച്ചേ ഉള്ളൂ. തമാശക്കാണെങ്കിൽ പോലും നീ എന്നെ അടിച്ച് ശരിയാക്കുമല്ലേ? അമ്മയ്ക്ക് അറിയാം ഇവൻ എന്താ ചെയ്തതെന്ന്. ഇവന്റെ ഒരു ഫാൻ അവിടെ വന്നപ്പോഴേ ഇവൻ പറയാണ് ഇദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടുക, ഇതിന്റെ ഹോട്ട് ആൻഡ് ഹാൻഡ്സം ചേട്ടനാണ്, റെഡി ടു മിംഗിൾ എന്ന്. അമ്മ, ഞാനൊരു ബിസിനസ് മാൻ അല്ലേ, ഒരു ബിസിനസ് റൺ ചെയ്യുന്നു. എനിക്കൊരു റെപ്യൂട്ടേഷൻ മറ്റുമില്ല. അവർ എന്ത് വിചാരിച്ചാണ്? ഓഫ് കോഴ്സ് യു ആർ എ ബിസിനസ്മാൻ. കിരൺ, ഇത് വളരെ മോശമായി പോയി. എനിക്കറിയാം നിന്റെ ചേട്ടൻ വളരെ ഹോട്ടാണ്, ഹാൻസം ആണ്. പക്ഷെ സിംഗിൾ റെഡി ടു മിംഗിൾ അല്ലെന്ന് അറിഞ്ഞൂടെ? ഇവന്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞു, കല്യാണം ആണെങ്കിൽ ഉടനെ നടക്കാനും പോകുന്നു. ഞാനൊരു അമ്മായിയമ്മ ആവാൻ റെഡി ആവുകയാണ്. എന്റെ മോം, ഞാൻ വെറുതെ ഒരു തമാശ പറഞ്ഞല്ലേ. പിന്നെ നിങ്ങൾ രണ്ടുപേരും കണക്കാ. ചെറിയ കാര്യം പോലും വലിയ കാര്യമാക്കും. കുന്നുപോലെ മലയാക്കുന്ന ആൾക്കാരെ രണ്ടുപേരും. നീ പിന്നെ എന്താ ചെയ്യാ? ഞാനെന്ത് ചെയ്യാനാ? ശരി, അതൊക്കെ പോട്ടെ. നിങ്ങൾക്ക് ഇപ്പൊ ചായയോ കാപ്പിയോ വേണോ? അത് ജ്യൂസ് വേണോ? വേണ്ട, ഞാൻ എന്റെ അച്ഛമ്മ ഒന്ന് കാണിക്കാം. അമ്മ ഇപ്പോ വീട്ടിലില്ല. എവിടെ പോയി? അച്ഛമ്മയുടെ കാലില് നല്ല വേദന ഉണ്ടായതുകൊണ്ട് പ്രീത ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരിക്കുക. എന്തോ ടെസ്റ്റോ സ്കാനിങ്ങോ ഒക്കെ ചെയ്യിക്കാൻ വേണ്ടി. ദാറ്റ്സ് എ ഗുഡ് ന്യൂസ്. അച്ഛമ്മ ഞാനില്ലാതെ ഹോസ്പിറ്റലിൽ പോകാറില്ലല്ലോ. എന്നാ ഇന്ന് പ്രീതയുടെ കൂടെ പോവുകയും ചെയ്തു. ദാറ്റ്സ് എ ഗുഡ് ന്യൂസ്. നമുക്ക് കാണാം. എന്ത് കാണാം? പ്രീത നിങ്ങൾ വിചാരിക്കുന്ന പോലെ അത്ര നിഷ്കളങ്കൊന്നും അല്ല അമ്മേ. അവള് ഭയങ്കര സ്മാർട്ടാ. നീ കണ്ടോ? നിന്നെ പറ്റി കുറ്റം പറയായിരിക്കും അവളിപ്പോ. നീ നിന്റെ അനിയൻ പറയുന്നൊന്നും അത്രയ്ക്ക് കാര്യമൊന്നും ആക്കണ്ട. അങ്ങനെയൊന്നും അല്ല കാര്യങ്ങള്. ഇവനുണ്ടല്ലോ എല്ലാ ബോളിലും സിക്സർ അടിക്കാനാ നോക്കുന്നേ. നിനക്ക് തോന്നുന്നുണ്ടോ ഞങ്ങൾക്ക് നിന്നോട് സ്നേഹമില്ലെന്ന്? ഞാൻ അങ്ങനെ എപ്പോഴെങ്കിലും പറഞ്ഞോ? മോനെ, എനിക്ക് നിന്നോട് ഒരുപാട് സ്നേഹമാണ്, മൈ ഡാർലിംഗ്. ആഹാ, കൊള്ളാലോ. ഞാൻ കരുതി ഇവിടെ സ്നേഹം കുറവ് കിട്ടുന്ന കുട്ടി ഞാൻ മാത്രമാണെന്നും. എന്നെ ആരും സ്നേഹിക്കുന്നില്ല. എല്ലാവർക്കും രോഹിത്തിനോടാ ഇഷ്ടം. നീ ആദ്യം നിന്റെ സിനിമ ഡയലോഗ് ഒന്ന് കുറയ്ക്കേ. എല്ലാവർക്കും ഇഷ്ടം രോഹിത്തിനാണെന്ന്. അയ്യടാ, എന്റെ മോനെ ഒന്ന് സ്നേഹിച്ചപ്പോ നിനക്ക് എന്നോട് ജലസിയായോ? അങ്ങനെ ഞാനൊന്ന് സ്നേഹിക്കാം. ഓ എന്റെ പൊന്നു മോനെ. സന്തോഷായോ? ഞാനും നിന്നെ ഒന്ന് അങ്ങനെ ആയിക്കോട്ടെ. അയ്യോ എന്റെ ഏട്ടാ, എന്നെ ഞെക്കി കൊല്ലല്ലേ ഏട്ടാ. അയ്യോ, സ്നേഹിച്ചത് മതി. എന്റെ ദൈവമേ, രണ്ടും കൂടി എന്നെ ഇപ്പൊ സ്നേഹിച്ച് കൊന്നേനെ. ഇത്രയും സ്നേഹം ആരോഗ്യത്തിന് നല്ല കാര്യമൊന്നുമല്ല. ചിലപ്പോ ഒരുപാട് സ്നേഹം, ചിലപ്പോ ഒട്ടും സ്നേഹമില്ല. കിരൺ മോനെ, സ്നേഹം ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. വെരി ഗുഡ് ഫോർ ഹെൽത്ത്. അങ്ങനെയല്ലേ രോഹിത്? കിട്ടിയോ? ഇല്ല, അത് ഐ ആം ഷുവർ നീ അത് കളഞ്ഞതാ ഷെർലിൻ. ഐ ജസ്റ്റ് കാന്റ് ബിലീവ് യു. വാ എന്റെ കൂടെ. ഇന്ന് ആന്റിക്ക് മൂക്കിന്റെ തുമ്പത്താണല്ലോ ദേഷ്യമേ. ഹൈ ടെമ്പറേച്ചർ. വെരി ഹൈ. കവിത ചേച്ചി ഇന്ന് ഷെർലിനോട് വളരെ ദേഷ്യത്തിലാ. എന്തുപറ്റി? ചേച്ചൻ ഷെർലിന് കൊടുത്ത ആ മാല കളഞ്ഞു പോയി. ഏത് മാല? അതില്ലേ, ആ ഡയമണ്ട്. കാർത്തികയുടെ കയ്യിലുള്ള പോലത്തെയോ? അതെ, അത് തന്നെ.
ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ അങ്ങോട്ടൊന്ന് ചെല്ലട്ടെ. അന്തരീക്ഷം വളരെ ചൂടേറിയതാ. ഷേർലിൻ എന്റെ മരുമകളാകാൻ പോകുന്നവളല്ലേ, എന്റെ കടമയാണ് അവളെ രക്ഷിക്കുന്നത്. ഞാനൊന്ന് ചെന്നിട്ട് വരാം. അല്ലെങ്കിൽ കവിത ചേച്ചി അവളെ ഇന്നൊരു പരുവത്തിലാക്കും. അയ്യോ എന്റെ അമ്മ, ആന്റി ക്ലാസ് എടുത്തോട്ടെ, നല്ല രസമായിരിക്കും. ഞാൻ പറഞ്ഞത് ആന്റിക്കും അധികാരം ഉണ്ടല്ലോ ഷേർലിന്റെ മേല്. എന്റെ പൊട്ടൻ ചെറുക്കാം, അവള് നിന്റെ ഏട്ടത്തിയമ്മയാകാൻ പോകുന്നവളാ. ഒന്ന് ബഹുമാനത്തോടെ സംസാരിക്കേ, ഒന്ന് പറഞ്ഞു മനസ്സിലാക്ക്. അപ്പൊ ഞാനേ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് വരാം. ഓഹോ, ഞങ്ങളുടെ ഹൈ ഡ്രാമയുടെ ഹീറോയിൻ എത്തിക്കഴിഞ്ഞല്ലോ. അല്ല, കിഡ്നാപ്പിംഗിന് രക്ഷപ്പെട്ടു വന്ന ശേഷം നിനക്ക് എന്താടി തോന്നുന്നത്? എന്ത് ഫീൽ ആവളെ? അതായത് അവന്മാര് നിന്നെ തട്ടിക്കൊണ്ടു പോയതല്ലേ? ആ, വളരെ നന്നായിരിക്കുന്നു സർ. പക്ഷെ ഒരു കാര്യമുണ്ട്, എനിക്കൊരു പ്രത്യേക കോൺഫിഡൻസ് വന്നു. എന്നുവെച്ചാ ഞാൻ ഇനി എന്തെങ്കിലും പ്രശ്നത്തിൽ പോയി ചാടിയാലും സാർ എന്നെ രക്ഷിക്കാൻ ഉറപ്പായിട്ട് വരുമെന്ന്. അത് വെറും തോന്നല മോളെ. ഐ മീൻ, എത്ര പെമ്പിളർ എന്നെ വെയിറ്റ് ചെയ്യുന്നേ. ഐ എം ബിസി വിത്ത് വർക്ക്. നിന്നെ എപ്പോഴും രക്ഷിക്കാനൊന്നും പറ്റില്ല എനിക്ക്. എടി തമാശ പറഞ്ഞതാ പെണ്ണെ. സർ ഞാനും ആക്ട് ചെയ്യായിരുന്നു. അല്ല, ആക്ടിങ്ങോ? ഓഫ് കോഴ്സ് സർ. ആ സർ, ബൈ ദ വേ എനിക്ക് സാറിനോട് താങ്ക് യു പറയണം. താങ്ക് യു സോ മച്ച്, യു ആർ ദ ബെസ്റ്റ്. അതൊക്കെ എനിക്ക് അറിയോടി. യു മോസ്റ്റ് വെൽക്കം. ആ, ഒരു കാര്യം കൂടെ, സമീർ ഉണ്ടോ ഇവിടെ? സമീറിനെ പറ്റി എന്താണ് നീ ചോദിക്കുന്നേ? അവൻ ഇവിടെ ഇവിടെ ഉണ്ട്. അവന്റെ റൂമിൽ കാണും, ചെന്ന് നോക്ക്. എന്താ അവനെ തേടുന്നേ? അല്ല, അത് റൂമിൽ കാണോ അവൻ? യാ, പറയൂ. ഇത് എന്റെ ഹൃദയമിടിപ്പ് എന്താ ഇങ്ങനെ ഇത്രയും കൂടിയതെന്താ? അല്ല, അത് ആരെങ്കിലും ഇത് കേട്ടാലോ? മിണ്ടാതിരിക്കെ പ്ലീസ് പ്ലീസ്. സൃഷ്ടി സ്റ്റഡി സ്റ്റഡി, റിലാക്സ്. ഒന്നും സംഭവിച്ചിട്ടില്ല, എല്ലാം ഓക്കെയാണ്. ആദ്യം ആയതുകൊണ്ടാ. ഇറ്റ്സ് ഓക്കെ. ഓ ഗോഡ്, സമീറിന്റെ റൂം എത്തിയല്ലോ. ആരും എന്നെ നോക്കുന്നില്ലല്ലോ അല്ലേ? അവൻ എന്താ ചെയ്യുന്നേന്ന് നോക്കാം. അവൻ റൂമിലില്ലല്ലോ. ഒന്നും കൂടെ ചെക്ക് ചെയ്തേക്കാം. ഓ ഗോഡ്, എനിക്കിതെന്താ സംഭവിക്കുന്നത്? അവനെ കാണാൻ ഞാൻ എന്തുമാത്രം ആഗ്രഹിച്ചതാ. വീട്ടിലിരുന്നിട്ട് ഒരു സമാധാനം ഇല്ലായിരുന്നു. അതുകൊണ്ടല്ലേ ഒരു കാരണം ഉണ്ടാക്കി ഞാൻ അവനെ കാണാൻ വന്നത്. ഇപ്പോഴാണെങ്കിൽ അകത്തേക്ക് പോവാനും പേടിയാവുന്നു. ഞാൻ എന്തിനാ എത്ര നെർവസ് ആവുന്നേ? എന്റെ ഹോൾ ലൈഫില് ഞാൻ ഇന്ന് ബിഹേവ് ചെയ്യുന്നത് പോലെ ഇത്രയും സ്റ്റുപ്പിഡ് ആയിട്ടില്ല. എന്റെ റെക്കോർഡ് എനിക്ക് റെക്കോർഡുണ്ട്. ഇന്ന് വരെ ഇതുപോലെ ഒരു ചെറുക്കനെ കാണാനും ഞാൻ ഇങ്ങനെ പേടിച്ചിട്ടില്ല. ഇവനോട് തന്നെ ഞാൻ എത്ര ഫ്രീ ആയിട്ടാ സംസാരിക്കുന്നേ, എത്ര ഫ്രീ ആയിട്ടാ കാണുന്നേ. പക്ഷെ ഇന്ന് എനിക്ക് എന്താ സംഭവിച്ചേ? അവനോട് സംസാരിക്കാൻ എനിക്ക് എന്തുമാത്രം ആഗ്രഹമുണ്ട്. പക്ഷെ ഈ ഫീലിങ്സ് ഇതിനിടയ്ക്ക് എവിടുന്ന് വന്നു? ഈ നാളൊക്കെ എവിടുന്നാ വന്നേ? അല്ല, സൃഷ്ടിക്ക് അങ്ങനെ നാണമൊന്നുമില്ല. ഞാൻ നാണിക്കുന്നു. ഞാൻ എന്തിനാ നാണിക്കുന്നത്? ഹായ്, ഹായ്. ഹായ്. നീ അകത്തേക്ക് വന്നേ, ഞാൻ നിന്നൊരു കാര്യം കാണിക്കാം. നീ അത് കാണുമ്പോ ഒത്തിരി സന്തോഷിക്കും. അകത്തേക്ക് വന്നേ, അകത്തേക്ക് വാ. ഞാനാണെങ്കിലേ പ്രീതയുടെ എൻഗേജ്മെന്റ് പിക്ചേഴ്സ് കാണുമായിരുന്നു. അതിലൊരു പിക്ചറിൽ നീ എന്ത് ഫണ്ണി ആയിരുന്നോ, എന്ത് ഫണ്ണി. പോലൊരു കത്തിനുള്ളിൽ വന്നൊരു കിന്നരിച്ചു പാടുവാൻ നിന്നുള്ളിൽ നിന്നൊരു ശ്രീരാഗ പോലൊരു കത്തിനുള്ളിൽ വന്നു
മരിച്ചു പാടുവാനുള്ളിൽ സോറി, അത് ഞാൻ പെട്ടെന്ന് ടേൺ ചെയ്തതാ. സോറി. നീ ഞാൻ കാരണം ഓൾമോസ്റ്റ് വീഴാൻ പോവായിരുന്നു. നിനക്കിപ്പോ പരുക്ക് പറ്റി തന്നെ. പ്ലീസ് ഇക്കാര്യം പറഞ്ഞ് നീ എന്നോട് വഴക്കിടരുത്. ഐ നോ, എനിക്കാ തെറ്റ് പറ്റിയത്. ചെറിയൊരു കുഞ്ഞു തെറ്റ്. ഇക്കാര്യം പറഞ്ഞ് നീ എന്നോട് വഴക്കിടല്ലേ. ഞാൻ എന്തിനാ നിന്നോട് വഴക്ക് കൂടുന്നേ? നിന്റെ തെറ്റൊന്നും അല്ലായിരുന്നു, എന്റെ തെറ്റായിരുന്നു. വാട്ട്? എന്താ പറഞ്ഞേ? അത് ഞാൻ നിന്റെ തൊട്ട് പിന്നാലെ ഇങ്ങനെ ഒട്ടി ഒട്ടി പോവല്ലായിരുന്നോ? അതുകൊണ്ട് നമ്മുടെ ഇടയിൽ സ്പേസ് ഉണ്ടായിരുന്നില്ല. പിന്നെ നിന്റെ തലയുടെ പിന്നില് കണ്ണില്ലല്ലോ, നിനക്ക് കാണാൻ പറ്റില്ല. അതാ എന്റെ തെറ്റാ. ഞാൻ കുറച്ച് ഡിസ്റ്റൻസ് ഇടണമായിരുന്നു. അതാ ഞാൻ പറഞ്ഞേ. ഐ എം സോറി. 2 ദിവസം നീ ഗുണ്ടകളുടെ പിടിയിലായിരുന്നല്ലോ. എനിക്ക് തോന്നുന്നത് എന്റെ തലയ്ക്കെന്താ പറ്റിയെന്നാ. നീ ഇത്ര വേഗത്തിലൊന്ന് സോറി പറയുന്നതല്ലല്ലോ. നീ അങ്ങനെ ആയിരുന്നില്ലല്ലോ സൃഷ്ടി. അതായത് തട്ടുകടക്കാരനായാലും ചായക്കടക്കാരനായാലും പലചരക്ക് കടക്കാരനായാലും എന്തിനു പറയുന്നു ട്രാഫിക് പോലീസ് ആയാൽ പോലും നീ ഏത് കാര്യത്തിനും ആരും ആയാലും നീ എന്നെയല്ലേ കുറ്റം പറയാറ്. പക്ഷെ ഇന്ന് പെട്ടെന്ന് സോറി പറയുന്നു. ഹേയ്, ഒരു മിനിറ്റ്. ഇന്ന് വരെ ഞാൻ നിന്നോട് എത്ര പ്രാവശ്യം റൂഡ്ലി സംസാരിച്ചിട്ടുണ്ട്. അതിനെല്ലാം ചേർത്ത് 1000 ടൈംസ് സോറി. ഇന്നത്തേതിനും കൂടി. ഇന്നത്തേതിന് നീ സോറി പറയണ്ട. ഇന്ന് എന്റെ തെറ്റാണ്. സോ ഐ ആം സോറി. സമീർ, നീ വളരെ നല്ലവനാ. പക്ഷെ എന്റെ സോറി തട്ടിയെടുക്കേണ്ട ആവശ്യമില്ല. ഞാനല്ലേ പറയുന്നേ ഐ എം സോറി. അല്ല സൃഷ്ടി, നിന്റെ തെറ്റല്ല, എന്റെ തെറ്റാണ്. ഐ ആം സോറി. നോക്കി, നീ ഓൾമോസ്റ്റ് വീഴാൻ പോവായിരുന്നു. നിനക്ക് പരിക്ക് പറ്റുമായിരുന്നു. അപ്പൊ അത് എന്റെ തെറ്റല്ലേ. അതുകൊണ്ട് ഐ ആം സോറി. സമീർ, നിനക്കെന്താ പറഞ്ഞത് മനസ്സിലാവുന്നില്ലേ? ഞാൻ പറയുന്നത് കേക്ക്. നിന്റെ തെറ്റല്ല സമീർ, തെറ്റ് എന്റേതാണ്. ഐ എം സോറി. നിന്റെ തലയ്ക്കകത്തൊന്നും ഇല്ലേ? നിന്റെ ആഗ്രഹം എന്താ? നിന്റെ സ്റ്റുപ്പിഡ് വാച്ചിക്ക് മുന്നിൽ ഞാൻ തല ഉനിക്കണമെന്നാണോ? നീ പറയുന്ന ഈ ലോകം ഉരുണ്ടതല്ല, സ്ക്വയർ ആണ്, ട്രയാങ്കിൾ ആണ്. ഞാനത് സമ്മതിക്കണോ? പറ, ഞാനത് സമ്മതിക്കണോ? വേണ്ടല്ലോ. ഞാനൊരു ജെന്റിൽമാനാണ് സൃഷ്ടി. ഐ ആം സെയിങ് സോറി, ദാറ്റ്സ് ഇറ്റ്. നീ ആരോടാ ഈ ഒച്ച വെക്കുന്നേ? നീ എന്നോട് ശബ്ദം ഉയർത്തി സംസാരിക്കല്ലേ? എനിക്കും ശബ്ദം ഉയർത്താനൊക്കെ അറിയാം. ഞാൻ ഉച്ചത്തിൽ തന്നെ പറയുന്നു, നിന്റെ തെറ്റല്ല, എന്റെ തെറ്റാണ്. ഐ ആം സോറി. ഉച്ചത്തിൽ പറഞ്ഞു ഇപ്പൊ എന്താ? നീ എന്താ ഈ പറയുന്നേ? ഞാൻ പറഞ്ഞില്ലേ എന്റെ തെറ്റാണ്. ഐ ആം സോറി. നീ താഴെ വീഴുമായിരുന്നു, നിനക്ക് പരിക്ക് പറ്റുമായിരുന്നു. സോ ഐ ആം സോറി. നീ ഇത് എന്തൊരു മനുഷ്യനാ? ഞാൻ പറയുന്നത് പോലും കേൾക്കുന്നില്ല. എന്റെ തെറ്റാണെന്ന്. ഐ ആം സോറി. ഞാൻ നിന്റെ എന്ത് കാര്യമാ സമ്മതിക്കേണ്ടത് സൃഷ്ടി? തെറ്റ് എന്റേതാണ്. ഐ ആം സോറി. It's my mistake. I am sorry. How sweet. ഇങ്ങനെ സ്നേഹത്തോടെയുള്ളൊരു വഴക്ക് ഞാൻ ഇതുവരെ കണ്ടിട്ടേ ഇല്ല. നീ ഒരു പൊട്ടൻ, പിന്നെ നീ ഒരു തന്റേടിയും. നിങ്ങൾക്കറിയാമോ നിങ്ങൾ രണ്ടുപേരും എത്ര കൂളാണെന്ന്? കൂൾ. രാധികാന്റി, അത് എനിക്കുണ്ടല്ലോ. പെട്ടെന്നൊരു ജോലി ഓർമ്മ വന്നു. അതെനിക്ക് മാർക്കറ്റിൽ പോണം, കുറച്ച് സാധനം വാങ്ങിക്കാൻ. അത് എന്റെ വീട്ടില് എന്റെ റൂം പെയിന്റ് അടിക്കുക. അപ്പൊ കുറച്ച് പെയിന്റും അങ്ങനത്തെ സാധനമൊക്കെ വാങ്ങിക്കാൻ. നീ പെയിന്റ് വാങ്ങാനാണോ മോളെ ഇങ്ങോട്ട് വന്നത്? ഇവിടെ പെയിന്റ് നമ്പ്യാർ ഹൗസില് അല്ല, അതുകൊണ്ടാ മാർക്കറ്റിൽ പോണോന്ന് പറഞ്ഞ. ഓക്കെ, എന്താ ഇത്ര ധൃതി സൃഷ്ടി? നിൽക്കുമോനെ, എന്താ ഇത്ര ധൃതി നിനക്ക്? നീ എന്നോട് പറഞ്ഞില്ലല്ലോ നീ പെയിന്റിന്റെ ബിസിനസ് തുടങ്ങിയ കാര്യം. അതെപ്പോ? ഞാനോ? ഇല്ല, പക്ഷെ ഇപ്പോഴല്ലേ ആ സൃഷ്ടി പറഞ്ഞല്ലോ പെയിന്റ് വാങ്ങാനാ വന്നത് ഇവിടെ നിന്റെ അടുത്ത്. എവിടെയാ മോനെ പെയിന്റ്? പറയുന്നേ, എവിടെ പെയിന്റ്? അത് പിന്നെ മാർക്കറ്റിൽ. ഞാനിപ്പോ വരാവേ. ആ മോനെ എങ്ങോട്ടാ പോകുന്നേ? ഞാൻ പറഞ്ഞു തീർന്നില്ല. സമീർ ഒന്ന് കേട്ടിട്ട്. ഒരു വശത്ത് കവിത ചേച്ചിയുടെ ദേഷ്യം തീരുന്നതേയില്ല. അതൊന്ന് തണുപ്പിക്കാൻ എന്താ ചെയ്യുക? പിന്നെ മറുവശത്ത് ഈ കുട്ടികള് ഇവരുടെ ഈ കുസൃതി കാണുമ്പോ എന്റെ മനസ്സിന് ഒരുപാട് സന്തോഷമുണ്ട്. ഇവര് രണ്ടുപേരും പരസ്പരം എത്ര നല്ല ജോഡികളാ. ദൈവം ഇവർക്ക് കരുതി വെച്ചിരിക്കുന്നത് എന്താണെന്ന് അറിയില്ല. പക്ഷേ എനിക്ക് നല്ല വിശ്വാസമുണ്ട്, എന്ത് തന്നെ ആയാലും അത് നന്മയുള്ളതായിരിക്കും. അച്ഛമ്മയ്ക്ക് ഇപ്പൊ റെസ്റ്റ് ആണ് ആവശ്യമുള്ളത്. കംപ്ലീറ്റ് റെസ്റ്റ് വേണം. ഒട്ടും തന്നെ ഈ കാലിന് ബലം കൊടുക്കരുത്. ഹായ് ഹാൻസം, എങ്ങനുണ്ട്? അങ്ങനെ അങ്ങ് പോകുന്നു. എന്താ ഡോക്ടർ, നീ എന്റെ അച്ഛമ്മയെ ശ്രദ്ധിക്കാറില്ലേ ഇപ്പോ? ഹോസ്പിറ്റലിലും കൊണ്ടുപോകേണ്ടി വന്നു. മിണ്ടരുത്. നീ എന്റെ ബോയ് ഫ്രണ്ട് ആയിരിക്കും, പക്ഷേ ഇവളെന്റെ ഡോക്ടറാണ്. ശരിയാ, കുറച്ച് വേദന കൂടി ഹോസ്പിറ്റലിൽ പോയി. ഏജ് ആയില്ലേ, പ്രോബ്ലം ഉണ്ടാവുമല്ലോ. അതിന്റെ ഒരു പ്രോബ്ലം അച്ഛമ്മയ്ക്ക് ഇപ്പൊ ആൾക്കാരെ തിരിച്ചറിയാൻ കഴിയുന്നില്ലെന്നാണ്.
ആൾക്കാരെ മനസ്സിലാക്കാനും കഴിയുന്നില്ല, അവരുടെ കഴിവും അറിയാൻ കഴിയുന്നില്ല. ഞാനാണ് നമ്പർ 1. നീ എല്ലാ കാര്യത്തിലും നമ്പർ 1 ആണ് അല്ലേ? എന്റെ അച്ഛമ്മ നടക്ക്, കൊള്ളാം. ആ ഇപ്പൊ എനിക്ക് നല്ല ആശ്വാസമുണ്ട്. ആ ശരി, എത്തിയല്ലോ. മോൾ ഇനി എന്നെ ഒന്ന് വാഷ്റൂമിലേക്ക് കൊണ്ടുപോകും. വരൂ. ഈ പെണ്ണിന്റെ ഒരു കാര്യം എത്ര കെയർലെസ് ആയവള്. എന്റെ ദൈവമേ, അറിയില്ല എന്തൊക്കെ സാധനങ്ങളാ ഇതൊക്കെയെന്ന്. നെയിൽ പോളിഷ്, സാനിറ്റൈസർ.